തന്റെ കുഞ്ഞിനെയും കൂടി കൊണ്ടിട്ടേ പോകും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും സ്വന്തം പ്രസവിച്ച മകനെ മറക്കാൻ ഒരു അമ്മക്ക് കഴിയില്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. ഇങ്ങനെ ഒരു ക്യാമ്പസിൽ നടക്കുന്ന ഈ കൊലപാതകം നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെടുന്നത് സച്ചിൻ അന്ന് മരിച്ചില്ലായിരുന്നുവെങ്കിൽ അവൻ രാജ്യത്തിന് വലിയൊരു സംഭാവന നൽകേണ്ട ഒരാളാണ്. പക്ഷെ ഡോക്ടറാവാം, എഞ്ചിനീയർ ആവും, ഒരു സയന്റിസ്റ്റ് ആവും, ആരാണാകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. വളരുന്നതിന്റെ മുമ്പേ ആ നാം പൊട്ടിച്ചു കളയുകയാണ്. ഇവിടെയാണ് ക്യാമ്പസ് രാഷ്ട്രീയം വിശകലനം ചെയ്യേണ്ടത്. ഞാൻ ഇന്ന് വരുമ്പോ തലശ്ശേരിയിൽ എത്തിയപ്പോൾ ഒരു ബോർഡ് കാണുന്നുണ്ടാണ്, മതഭീകരതക്കെതിരെ ആരാണ് ആ ബോർഡ് വെച്ചത് നോക്കിയതാണ്. അപ്പൊ SDPന്റെ ആൾക്കാരാണ് വന്നത്. ഭീകരവാദം നടത്തുന്ന പ്രസ്ഥാനങ്ങൾ വരെ ഭീകരതക്കെതിരെ എന്ന് വെച്ചാൽ ആരാണ് ഭീകരവാദി എങ്ങനെ നമ്മൾ തിരിച്ചറിയാം? അവരതിന്റെ പേരിൽ ക്ലാസുകൾ നടത്തുകയാണ്. അപ്പൊ ഭീകരത എന്നത് ഇന്നൊരു ഒളിമറയായി സ്വീകരിച്ചിരിക്കുകയാണ്. മതഭീകരതക്കുള്ള ഒരു പരിഹാരം മതേതരത്വമാണ്. അതിന് കാരണം നമ്മളിപ്പോ ചരിത്രം പറഞ്ഞോട്ടെ, 1977 ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംഘടന ഇവിടെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. 1977 അത് സിമി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അത് നിരോധിക്കാൻ അതിൻ്റെതായ പാശ്ചാത്തലങ്ങളുണ്ട്. ഇതുപോലെ വർഗീയ സ്വഭാവമായിരുന്നതിനെ നിരോധിക്കാനുണ്ടായ കാരണം. നിരോധിച്ചപ്പോൾ അവരുടെ ആശയങ്ങളൊന്നും മാറിയില്ല. ആ ആളുകൾ മറ്റൊരു സംഘടനയുണ്ടാക്കി എന്നതാണ് ഉണ്ടായത്. അവർ അതിലേക്ക് എത്തിപ്പെട്ട ഇവിടെയുള്ള ഈ ഭീകരവാദികളൊക്കെ എടുത്തിട്ട് പരിശോധിച്ചു നോക്കും. അവരതിലെത്തിപ്പെട്ട സാഹചര്യം, അതിലെത്തിപ്പെട്ട ആ നിലപാട് എന്തായിരുന്നു, അതാണ് പഠിക്കേണ്ടത്. നമ്മള് സച്ചിനെ കൊന്ന ആളുകളെ കുറിച്ച് പോലീസിൽ ഏൽപ്പിച്ചു, അയാൾക്ക് വേണ്ടുന്ന ശിക്ഷ കൊടുത്തു നോക്കാം. അഭിമന്യുവിനെ കൊന്ന അയാളെ പിടിച്ചു, അയാൾക്ക് വേണ്ടുന്ന ശിക്ഷ കൊടുത്തു. അതുകൊണ്ട് ഈ ഭീകരവാദം ഇല്ലാണ്ടാകുമോ? ഇതുപോലെ അഭിമന്യുവിനെയും സച്ചിനെയും കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഈ സംഘടനകൾക്ക് ഊർജം നൽകുന്നത്, അവരെ വളർത്തുന്നത് എന്ത്, അത് അന്വേഷിക്കുകയാണ് വേണ്ടത്. നമ്മളൊരു വഴിക്ക് നടന്നു പോകുമ്പോ മുൾച്ചെടി കാണും. മുൾച്ചെടിയിലെ മുള്ളു മാത്രം പൊട്ടിച്ചോണ്ട് നമുക്ക് സുരക്ഷിതമാവില്ല. ആ മുൾച്ചെടി പാടെ വേരോട് കൂടി പറിച്ചു കളഞ്ഞെങ്കിലേ നമുക്ക് സുരക്ഷിതമായി നടന്നു പോകാൻ കഴിയും. അതുപോലെ ഭീകരവാദം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ തടയണമെങ്കിൽ അതിന്റെ സ്രോതസ് കണ്ടെത്തുകയും ആ സ്രോതസ് തന്നെ എടുത്തു മാറ്റുകയുമാണ് പരിഹാരം. അന്ന് 1977 സിമിയുടെ മുദ്രാവാക്യമായി പറഞ്ഞത്, ഞങ്ങളുടെ ഭരണഘടന ഖുർആനാണ്, ഞങ്ങൾക്ക് മാർഗദർശനം മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞു. മുഹമ്മദ് നബിയാണ്, വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ ഓതിയിട്ടാണോ ഈ കാണുന്ന കൊലപാതകങ്ങളൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ മുഹമ്മദ് നബിയാണോ അതിനെ പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള എല്ലാ ഭീകര സംഘടനകളും അടിസ്ഥാനപരമായി ഉന്നയിക്കുന്നത് അവരുടെ മതഗ്രന്ഥങ്ങൾ തന്നെയാണ്. അതിനകത്ത് ഒരു പരാമർശമുണ്ടെങ്കിൽ അത് വിശകലനത്തിന്റെ വിധേയം. അതുകൊണ്ടാണ് കൽക്കട്ട ഖുർആൻ കേസ് പ്രസിദ്ധമാണ്. ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല. അന്ന് ഞങ്ങൾ മാത്രം നിലനിൽക്കുക, മറ്റുള്ളവരൊക്കെ ഇല്ലാണ്ടാക്കുക എന്നൊരു പ്രമേയമാണ് അവർ സ്വീകരിക്കുന്നത്. ഇന്നത്തെ പോപ്പുലർ ഫണ്ടിനെ പോലുള്ള ആളുകൾ ചെയ്യുന്നത് ക്യാമ്പസുകളിലായാലും നിലപാടുകളിലായാലും എല്ലാം തങ്ങൾക്ക് മാത്രം നിലനിൽക്കണം, തങ്ങൾക്ക് അന്യമായതിനെ ഇല്ലാണ്ടാക്കണം എന്നുള്ളൊരു ശൈലിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഏകാധിപത്യ, സമഗ്രാധിപത്യ ഒരു സംവിധാനമാണ് കൊണ്ടുവരുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ കയ്യിലുണ്ട് ജീവിത പദ്ധതി, ഇതനുസരിച്ചാൽ മതി, എല്ലാവർക്കും അവിടെയുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഞങ്ങളെ സംഘടന മതി എന്ന്
പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. നമ്മുടെ ഭാരതം ഒരു ബഹുസ്വരതയുടെ സന്ദേശമാണ് ലോകത്ത് കൊടുത്തത്. ഇവിടെ പണ്ട് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ മറ്റു മതസ്ഥരോ ആരും ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിക ചരിത്രകാരന്മാർ തന്നെ ഒരു വെളിയങ്കോട് ഉമർഖാദി അദ്ദേഹത്തിന്റെ ഒരു അനുഭവ കഥ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുണ്ട്. രണ്ടാളുകൾ തമ്മിൽ തർക്കമായി. എന്റെ കുടുംബം വലിയ കുടുംബമാണ്, എന്റെ തറവാട് ചില്ലറ എന്നല്ല എന്നിങ്ങനെ തറവാട് മഹിമ പറഞ്ഞപ്പോ വെളിയങ്കോട് ഉമർഖാദി പറഞ്ഞു പോലും തുടങ്ങുന്ന ഒരു കവിതയാണ്. എടോ, നീ തറവാടിന്റെ മഹിമ പറയണ്ട, നിന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ ആരായിരിക്കും എന്നറിയോ? ഇപ്പൊ മുഹമ്മദ് ആയിരിക്കും, അതിന്റെ അപ്പുറത്ത് പിന്നെ അഹമ്മദ് ആയിരിക്കും, അതിന്റെ അപ്പുറത്ത് ഇവിടെ ചാത്തപ്പനോ പറയനോ ആയിരിക്കും. ഒരു 3 or 4 തലമുറ വരെ നിനക്ക് നിന്റെ മതത്തിൽ വെച്ച് പറയാൻ കഴിയും. അത് കഴിഞ്ഞാൽ ഇവിടെ മാപ്പിളമാരില്ല, ഇവിടെ മുസ്ലിങ്ങളില്ലായിരുന്നു, ക്രിസ്ത്യാനികളില്ലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നവർക്കൊന്നും അന്ന് ഉള്ള ഒരു വിശാല കാഴ്ചപ്പാട്. അവരാളുകളെയാണ് സ്നേഹിച്ചത്, പ്രത്യയശാസ്ത്രം നോക്കിയിട്ടല്ല, മതം നോക്കിയിട്ടില്ല. ആ ഒരു പാരമ്പര്യം ഇന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ആ കാണിച്ചൊരു വിശാലത, ഒരുപാട് വ്യത്യസ്ത വിശ്വാസങ്ങൾ, വ്യത്യസ്ത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെല്ലാം. പക്ഷെ ഈ സിമി പോലുള്ള നിരോധിച്ചെങ്കിലും NDF-നെ പോലുള്ള SDPI-നെ പോലുള്ള അതുപോലുള്ള ഭീകര സംഘടനകൾ നിലനിൽക്കുന്നത്, പ്രത്യേകിച്ച് മതം തന്നെ നിലനിൽക്കുന്നത് അന്യനെ ഉത്പാദിപ്പിച്ചുകൊണ്ടാണ്. ഇവിടെ ഈ അന്യൻ മുസ്ലിം ഉണ്ടാകണമെങ്കിൽ ഇവിടെ കാഫർ ഉണ്ടാകണം, അമുസ്ലിങ്ങൾ ഉണ്ടാകണം. ഇസ്ലാം മതം മികച്ചതാണ് എന്ന് പറയാൻ മറ്റു മതങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടേ ഇത് മികച്ചത് എന്ന് പറയാൻ കഴിയുള്ളൂ. അന്യ ദൈവങ്ങളൊക്കെ നിസ്സാരവൽക്കരിച്ച എന്റെ ദൈവം മഹത്വമാണെന്ന് പറയാൻ കഴിയും. അങ്ങനെ അന്യനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ഈ മതങ്ങൾ നിലനിൽക്കുന്നത്. ഇവിടെ അന്യനെയും കൂടി സ്നേഹിക്കുന്ന, അന്യനെയും കൂടി ഉൾക്കൊള്ളുന്ന ഭാരതത്തിന്റെ പൈതൃകമാണ് നമുക്ക് വേണ്ടത്. ഭാരതത്തില് ഇങ്ങനെ അന്യനെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങളെ കുറിച്ച് ബഹുമാനിച്ചുകൊണ്ടാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ തീവ്രവാദി സംഘടനകൾ അന്യനെ ഇല്ലാതാക്കിക്കൊണ്ടോ ചെറുതാക്കിക്കൊണ്ടോ ആണ് മുന്നോട്ട് വരുന്നത്. നിങ്ങൾ നോക്കൂ, ഭീകര സ്വഭാവം എപ്പോഴാണ് കടന്നു വരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ ഇരിക്കുന്ന ടീമിനെ ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇതിനെ 2 ഗ്രൂപ്പായി തിരിച്ചിട്ട് നമ്മൾ കബഡി മത്സരത്തിന് അല്ലെങ്കിൽ ഫുട്ബോൾ മത്സരത്തിന് ഒരു 30 പേരെ 15 ആയിട്ട് മാറ്റി നിർത്തിയാൽ അതുവരെ ഇല്ലാതെ ഒന്നിച്ച് പഠിച്ച് ഒന്നിച്ചൊരു ക്ലാസ്സിൽ ഇരുന്ന നമ്മൾ പെട്ടെന്ന് എന്റെ ഗ്രൂപ്പ് അന്യന്റെ ഗ്രൂപ്പ് എന്ന് ചിന്ത വരും. നമ്മളാകെ 30 ആളേ ഉള്ളൂ, ഒന്നിച്ചൊരു ക്ലാസ്സിലുള്ള ആളുകളാണ്. ഒരു അധ്യാപകർ പഠിപ്പിക്കുന്നു, ഒരേ സബ്ജക്ട് പഠിക്കുന്നവർ, പരസ്പരം ഒരേ നാട്ടിലുള്ളവർ, കൂട്ടുകാരാണ്. പക്ഷെ ഒരു കബഡി മത്സരത്തിന് വേണ്ടിയോ ഫുട്ബോൾ മത്സരത്തിന് വേണ്ടിയോ ഈ 15 വേർതിരിച്ചാൽ പിന്നെ എന്റെ ഗ്രൂപ്പ് ജയിക്കണം, ഞങ്ങൾ നിങ്ങൾ എന്ന ആ ഗോത്രീയ സ്വഭാവം നമ്മളിൽ കടന്നു വരും. അതെന്തുകൊണ്ടാ വരുന്നത്? പണ്ടു മനുഷ്യൻ ഗോത്രകാലത്ത് ഈ ജീവിച്ചതിന്റെ തലച്ചോറ് നമ്മളിലുണ്ട്, അവശേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഉയർന്നു വരുന്നത്. നിങ്ങൾ നോക്കൂ, ഗോത്രകാലത്ത് തന്റെ ഗോത്രത്തിൽ നിന്ന് ഒരാൾ തന്റെ ഗോത്രത്തെ വിമർശിക്കുകയോ ഗോത്രത്തിൽ നിന്ന് പുറത്തു പോവുകയോ ചെയ്താൽ അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ ഇല്ലാണ്ടാക്കലാണ്. അത് തന്നെയാണ് മതത്തിന്റെ ഈ സ്വഭാവം. ഇസ്ലാം മതത്തിൽ നിന്ന് ഒരാൾ ആ മതത്തെ വിമർശിക്കുകയോ മതം വിട്ടു പോകുകയോ ചെയ്താൽ ഇല്ലാണ്ടാക്കും. അബുൽ ഹസൻ ചേകന്നൂർ മൗലവി അയാൾ ഇസ്ലാമായിരുന്നു, മുസ്ലിമായിരുന്നു, ഖുർആനാണ് അദ്ദേഹം ഓതിയിരുന്നത്. പക്ഷെ അദ്ദേഹം ആ മതത്തില് സർവമത സത്യവാദം എന്നൊരു പുസ്തകം എഴുതിയത്. എല്ലാ മതവും മനുഷ്യരുണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്, ഞാനിപ്പോ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാൽ മുസ്ലിമാവും, നേരെ മറ്റൊരു ഹിന്ദു കുടുംബത്തിലാ ജനിച്ചെങ്കിൽ ഞാൻ ഹിന്ദുവാവും, തമിഴ്നാട്ടിലാ ജനിച്ചെങ്കിൽ ഞാൻ ഒരു തമിഴനാണ്, കേരളത്തിൽ ജനിച്ചുകൊണ്ട് ഞാൻ കേരളക്കാരനായി, അങ്ങ് അമേരിക്കക്കാരനല്ലേ ജനിച്ചെങ്കിൽ ഞാൻ അമേരിക്കക്കാരനാവും.
നമ്മുടെ മതവും നമ്മുടെ ജാതിയും നമ്മുടെ ദേശവും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മൾ എവിടെ ജനിച്ചു, ആരിൽ ജനിച്ചു എന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ട് മാനവികതയാണ് വേണ്ടത്. എല്ലാ മനുഷ്യരും എവിടെ വെച്ച് ഇണ ചേർന്നാലും മക്കളുണ്ടാകും, അവർക്ക് പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ പറ്റും. മറ്റുള്ളതൊക്കെ മനുഷ്യ നിർമ്മിതമാണ്. ആരോ നമ്മൾ കെട്ടിയേൽപ്പിച്ചതാണെന്ന് പറഞ്ഞപ്പോ പിന്നെ സർവമത സത്യമാകും. എല്ലാ മതങ്ങളും താത്വികമായി ഒന്ന് തന്നെ ഈ അർത്ഥത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹത്തിന് പിന്നീട് ഈ നാട്ടിൽ കാണാതെയായി. അങ്ങനെ പലതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മതത്തിനെതിരെ വിമർശനം കൊണ്ട് ഉന്നയിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കറിയാം, പ്രൊഫസർ ടി ജോസഫ് മാഷ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന്റെ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പുസ്തകം, മലയാള പുസ്തകത്തില് ആഖ്യാനം, അന്യാഖ്യാനം, കൊമാടാനുള്ള ഒരു ചോദ്യ പേപ്പർ കൊടുത്തതില് മുഹമ്മദ് എന്നൊരു വാക്കേ അതുണ്ടായിട്ടുള്ളൂ. അതിന് അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷ നിങ്ങൾക്ക് അറിയാലോ. വലത്തെ കൈയും ഇടത്തെ കാലും വെട്ടുന്നതിന് പകരം വെട്ടിയത് വലത്തെ കാലും വെട്ടി. അപ്പൊ ഒരുത്തം പറയാം, അല്ല വെട്ടിന്റെ ഇടത്തെ കാലാട്ടോ, അതുകൊണ്ട് ആ ഇടത്തെ കാലം വെട്ടുകൂടി ഏറെ കിട്ടിയെന്നല്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾ നോക്കൊരു അദ്ദേഹം ഇസ്ലാം മതത്തെ വിമർശിച്ചിട്ടില്ല. മുഹമ്മദ് ഒരു കഥാപാത്രം. ഇന്ന് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു കഥ ഇതാണെന്ന് പേടിയാണ്, ബാക്കി ഒന്നും വേണ്ട. അപ്പോ മതവിമർശനം കോളേജുകളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, ഈ നമ്മുടെ സംഘടനയെ മറ്റു വിദ്യാർത്ഥി സംഘടനയിൽ നിന്നുള്ള വ്യതിരക്തമാക്കുന്നത് എന്ത് എന്ന് പറഞ്ഞിട്ട് സന്തോഷപ്പെടുത്തി. ഒന്ന്, ഞങ്ങളുടെ ആശയം കൊണ്ടാണ് നേരിടുന്നത്, അക്രമത്തിന്റെ രാഷ്ട്രീയം സ്വീകരിക്കാറില്ല. അല്ലെങ്കിലും ഇരുട്ടിന്റെ പരിഹാരം വെളിച്ചമാണ്, ഇരുട്ടിന്റെ പരിഹാരം ഇരുട്ടല്ല. ഒരു സ്ഥലത്ത് ഫുള്ള് ഇരുട്ടാണെങ്കിൽ അവിടെ വീണ്ടും ഇരുട്ടനെ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ, അവിടെ വെളിച്ചമല്ലേ കൊണ്ടുപോകേണ്ടത്. അക്രമങ്ങൾ നടമാടുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ മൃത്യുവിന്റെ വ്യാകരണം പറഞ്ഞുകൊണ്ട് നടക്കുന്ന രാജ്യത്ത്, സ്ഥലത്ത്, ക്യാമ്പസുകളിൽ ജീവിക്കാനുള്ളതിന്റെ തത്വശാസ്ത്രമാണ് പറയേണ്ടത്. ആശയം കൊണ്ട് നേരിടുന്നില്ലെങ്കിൽ നമ്മുടെ ആശയത്തിനൊക്കെ തകരാറുണ്ട് എന്നതാണ്. ഇത് മാതൃകയാക്കേണ്ടത് ഭാരതത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന സംഘടനയാണ്. ഭാരതത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് നാം പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇസ്രായേൽ എന്നൊരു രാജ്യം വളരെ ചെറിയൊരു രാജ്യമാണ്. ചുറ്റുഭാഗത്തും വലിയ മുസ്ലിം രാജ്യങ്ങളുണ്ട്. പക്ഷെ ആ രാജ്യത്തെ എല്ലാവർക്കും പേടിയാണ്. അവിടെയുള്ള കോളേജുകൾ, ഇസ്രായേൽ സന്ദർശിച്ച ആളാണ് ഞാൻ, അവിടുത്തെ കോളേജുകളിൽ ഒരു സമരമുണ്ടോ? നിങ്ങൾ നോക്കൂ, എന്താണ് അവരാണെന്ന് ഇല്ലാത്തറിയോ? വിദ്യാഭ്യാസമാണ് നമ്മുടെ സംസ്കാരം. വിദ്യാഭ്യാസം കൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയും. യുദ്ധം കൊണ്ടൊന്നും പരിഹാരമല്ല, അക്രമം കൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയില്ല. അറിവിന്റെ സംസ്കാരം കൊണ്ടേ പരിഹരിക്കാൻ കഴിയൂ എന്നവർ തീരുമാനിച്ചതുകൊണ്ട് ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇസ്രായേലിലാണ്. അവിടെ നിന്നാണ് അവർ നമ്മുടെ കാര്യം വിലയിരുത്താൻ കഴിയും. ഇപ്പൊ ഈ മീറ്റിംഗ് കൂടുന്നത് കൃത്യമായി വിലയിരുത്താൻ ഇസ്രായേലിന് കഴിയും. അവരുടെ വിവര സാങ്കേതിക ഉയർന്നതാണ്. നമുക്കും നമ്മുടെ ഭാരതത്തിനും വേണ്ടത് ഇതുപോലെ വിദ്യാഭ്യാസ സംസ്കാരമാണ്. അക്രമത്തിന്റെ രാഷ്ട്രീയം കൊണ്ടുണ്ടായത് എന്താണെന്നറിയോ? ഇതുപോലുള്ള സച്ചിനെ പോലുള്ള ഒരുപാട് പ്രഗത്ഭർ അവരാരാകേണ്ടതാണ് നമ്മുടെ രാജ്യത്തിന്, എന്തെല്ലാം സംഭാവനകൾ നൽകേണ്ടവരാണവർ. അവരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഭാരതം ഒരുപാട് സയന്റിസ്റ്റുകൾ സംഭാവന ചെയ്ത രാജ്യമാണ് ഭാരതം. പക്ഷെ ഇന്ന് നമുക്കത് കൊടുക്കാൻ കഴിയേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. വിദ്യാഭ്യാസ സംസ്കാരമാണ് കൊണ്ടുവരേണ്ടത്. ഇന്ന് ക്യാമ്പസുകളിൽ നോക്കൂ, വിമർശനത്തിനൊരു സ്വാതന്ത്ര്യമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്നെ വിമർശിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. എല്ലാവരും വിമർശിക്കുന്നത് കേൾക്കാനും ഇഷ്ടമാണ്, താല്പര്യമാണ്. പക്ഷെ തന്നെ വിമർശിച്ചാൽ തനിക്ക് അറിയാണ്ട് ചോര കണക്കും, നമ്മൾ അറിയാണ്ട് ചോദിച്ചു. പക്ഷെ ഈ വിമർശന ബോധം ആദ്യം ഉണ്ടാക്കേണ്ടത് നമ്മളിൽ തന്നെയാണ്.
സ്വയം ഒരു വിമർശനത്തിന് തയ്യാറാണ്. സ്വയം വിമർശനമാണ് നമ്മെ നവീകരിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഈ ക്യാമ്പസുകളിലൊക്കെ നോക്കുമ്പോൾ അവിടൊക്കെ ഒരു സ്നേഹപരമായ സൗഹൃദപരമായ ഒരു സംവാദമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഇരുട്ടിന്റെ നമുക്ക് അഭിമന്യുവിനെ തന്നെ കൊന്നതിന്റെ പിന്നിൽ 12 മണിക്കാണ് ആ കുട്ടിയെ കൊല്ലുന്നത്. 12 മണിക്ക് ആരാ കോളേജിൽ വരാൻ പറയാ? അത് തന്നെ അദ്ദേഹത്തിന്റെ വീട് ഒരു തമിഴ്നാട് ബോർഡറിന്റെ ഭാഗത്ത് പച്ചക്കറി കൊണ്ടുവന്ന വണ്ടിയിലാണ് വരുന്നത്. അപ്പോ ഇതിലേക്ക് എത്തിച്ച സാഹചര്യം എന്താണ്? 12 മണിക്ക് അങ്ങനെ കുത്തേൽക്കാനുണ്ടായ സാഹചര്യം പഠിക്കണ്ടേ? നമ്മൾ കൊന്നത് ശരിയോ തെറ്റോ അത് വേറെ, അത് പാടില്ലാത്തൊരു സംഗതിയാണ്. പക്ഷെ അതിന് ഇരയായി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം അവിടെയും ഇടതുപക്ഷം സമഗ്രാധിപത്യത്തിന്റെ സംവിധാനമാണ് കൊണ്ടുനടക്കുന്നത്. സംവാദത്തിൻ്റെതായ ഒരു ശൈലിയാണ് കൊണ്ടുനടക്കുന്നത്. ഇന്ന് ക്യാമ്പസുകളിലൊക്കെ ഒരേക പാർട്ടി എന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് പോയത്. അതിന്റെ ശിക്ഷയാണ് അനുഭവിച്ചത്. പക്ഷെ അവർക്ക് നഷ്ടം ഉണ്ടാക്കുന്നത് നമ്മുടെ ഭാരതത്തിനാണ്, അയാളെ കുടുംബത്തിനാണ്, സൗഹൃദ ബന്ധങ്ങൾക്കാണ്. അതാണ് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, ഭാരതത്തിന്റെ പിന്നോട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ഒരുപാട് സയന്റിസ്റ്റുകളെയും ഒരുപാട് ചിന്തകന്മാരെയും നൽകിയത് നമ്മുടെ ഭാരതമാണെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്. അവിടെയാണ് ഞാൻ വിമർശന ബോധം ഉന്നയിച്ചത്. എന്താണ് ഈ വിമർശനം? നിങ്ങളെ വീട്ടില് നിങ്ങളെ അച്ഛനകത്ത് ഒരു പ്രശ്നമുള്ളത് കൂട്ടുക, സ്വന്തം ആരാന്റെ പറയണ്ടല്ലോ, അവനാന്റെ പറയണ്ട. നിങ്ങളെ വീട്ടില് നിങ്ങളെ അച്ഛൻ്റെ അടുത്തൊരു തിന്മയുണ്ട്, ഒരു അനീതിയുണ്ട് എങ്കിൽ അച്ഛനോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിച്ച് അച്ഛൻ എന്നുള്ള ഇത് മരിച്ചുകൊണ്ട് നിങ്ങൾ പറയാതെ പോയാൽ അച്ഛൻ ആ തെറ്റിൽ തന്നെ നിങ്ങൾ നിലനിർത്തിയേക്ക് പോകും. ജനങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ജനങ്ങളിൽ അച്ഛൻ മോശക്കാരനാണ്, ആളുകൾ അച്ഛനെ വെറുക്കും. നേരെ മറിച്ച് നിങ്ങൾ അച്ഛനോട് ആ തിന്മയെ കുറിച്ച് അനീതിയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ആ തെറ്റാണെന്ന് ബോധ്യപ്പെടാൻ, അത് തിരുത്താൻ അത് കാരണമാകും. ജനങ്ങൾ അച്ഛനെ കുറിച്ച് നല്ലത് പറയാനുള്ള അവസരവും ഒരുമായിരുന്നു. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മോശത്തരമായ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ ആ സൗഹൃദം അവരോട് ഇല്ലാണ്ടാക്കാനല്ല, അവരുടെ ആജീവനാന്തര ശത്രുത വെച്ച് പുലർത്താനല്ല, അല്ലെങ്കിൽ കയ്യാങ്കളിയല്ല അത് അവസാനിക്കേണ്ടത്. അങ്ങനെ തെറ്റിന്റെ ഉണ്ടോ സ്വയം അന്വേഷിക്കുകയും തെറ്റ് തിരുത്താനും കൂടി തയ്യാറായാൽ രണ്ടുപേർക്കും അഭിവൃദ്ധി ഉണ്ടാകും, നവീകരണം ഉണ്ടാകും. അച്ഛനെ തിരുത്തിയപ്പോൾ അച്ഛൻ നന്നായതുപോലെ തന്റെ സുഹൃത്തിന്റെ പോരായ്മ താൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് തിരുത്താൻ സാധിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സ്വന്തം ഭാര്യ ഭർത്താവാണ്. ഭർത്താവിനോട് ഭാര്യ പറയാണ്, നിങ്ങളുടെ വായ മാറ്റോട്ടെ, വളരെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഭാര്യക്ക് ഭർത്താവിന് വളരെ പ്രശ്നം വരും. നിങ്ങൾ ആലോചിച്ചു നോക്കുക. പക്ഷെ വേറെ ആളുകൾക്ക് ഭാര്യ പറഞ്ഞില്ലാന്ന് നോക്കുക, മറ്റുള്ളവരൊക്കെ പറഞ്ഞ് അറിഞ്ഞ് നാണക്കേടാകുന്നതിന് മുമ്പ് പരസ്പരം അവർ പറഞ്ഞ് പരിഹരിക്കലല്ലേ. ഇങ്ങനെ വിമർശന സ്വാതന്ത്ര്യം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, ക്യാമ്പസുകളിൽ ഒക്കെ വന്നാൽ വിമർശന ബോധമാണ്. ആളുകൾ വിമർശനം ഉണ്ടാണെങ്കിൽ ആദ്യം ചിന്ത വേണം, ചിന്തിക്കണമെങ്കിൽ അറിവ് വേണം. അറിവില്ലാത്തവർക്ക് ചിന്ത ഉണ്ടാവില്ല. അറിവിലൂടെയാണ് സ്വാതന്ത്ര്യം ഉണ്ടാകുക. അറിയണമെങ്കിൽ ആദ്യം വേണം, ഒരു സ്വാതന്ത്ര്യ ബോധം നമ്മളിൽ ഉണ്ടാവണം. ആരുടെയും നിയന്ത്രണത്തിലല്ലാതെ അന്വേഷണവും പഠനവും ഉണ്ടാവണം. അതുണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ ഒരു വിശാല കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇവര് പറഞ്ഞ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും ഭാരതത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് വേണ്ടി മാത്രമാണ്. അതായത് SFIക്ക് വേണ്ടിയിട്ടോ MSFന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. അതെന്താണ്? അതാണ് രാഷ്ട്രീയം. നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളാണ് യഥാർത്ഥ രാഷ്ട്രീയം. കോടതി പ്രാവശ്യം പറഞ്ഞു ക്യാമ്പസ് രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞതിന്റെ പിന്നില് ആ രാഷ്ട്രീയം പാടില്ല എന്നാണ്. ഈ രാഷ്ട്രീയം വേണം. എന്താ രാഷ്ട്രീയം? കുട്ടികൾ മൊത്തത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ അത് മൊത്തത്തിൽ അവലോകനം ചെയ്ത് വിശകലനം ചെയ്ത് ചർച്ച ചെയ്ത് പരിഹരിക്കുക. ഇപ്പോ ബസ് ചാർജ് കൂട്ടി എന്താ പ്രശ്നം? കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായി കൊടുക്കേണ്ടതാണ്. SLC വരെ അല്ലെങ്കിൽ +2 വരെ കൊടുക്കേണ്ടതാണെന്ന് നമ്മുടെ ഭരണഘടനയിൽ പറയുക. എന്നിട്ട് ചാർജ് കുട്ടികൾക്ക് സ്കൂൾ പോകാൻ പ്രയാസപ്പെടുക. അങ്ങനെ തുടങ്ങിയ സാമൂഹ്യപരമായ പ്രശ്നങ്ങളെ ഒന്നിച്ച് നേരിടുമ്പോൾ തന്നെ മറ്റുള്ള സംഘടനകളുമായി സൗഹൃദപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അങ്ങനെ സംവാദത്തിലൂടെയാണ്
ഇത് പരിഹരിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇത് പരിഹാരമാവില്ല. അക്രമത്തിന് പകരം അക്രമം പരിഹാരമല്ല. നിങ്ങൾക്കറിയാം, വാജ്പേയി ഇപ്പൊ അടുത്ത് പോയി. വാജ്പേയിയുടെ ഒരു കവിത തന്നെ എന്താണെന്നറിയോ? അക്രമത്തിന് പകരം അക്രമമല്ല. വാജ്പേയി ആ കാലഘട്ടത്തിൽ നേരിട്ട ഒരു പ്രശ്നമൊന്നും നമുക്ക് നേരിട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാത്തരം മുൻവിധികളെയും തള്ളിക്കളയുന്ന ഒരു സ്വഭാവമായിരിക്കണം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടത്. ആരെക്കുറിച്ചും എന്തിനെ കുറിച്ചുമുള്ള മുൻവിധികൾ മാറ്റി നിർത്തുക. മറ്റൊന്ന്, സമൂഹത്തിന്റെ വികാസത്തിന് ശാസ്ത്രത്തിന്റെ പിൻബലം ഉണ്ടാകണം. ഇന്ന് നമ്മൾ ഭീകരതയെ കുറിച്ച് പറയുന്നു. ഇന്ന് ഭീകരതയെ കുറിച്ച് നിൽക്കുമ്പോ ഇവിടെ കസബിനെ നമുക്കറിയാം, മുക്കിക്കൊന്നപ്പോ കസബ് 22 വയസ്സുള്ള കസബ് നിനക്കെന്താ അവസാനമായി പറയാനുള്ളത് ചോദിച്ചപ്പോ എനിക്ക് എന്റെ അമ്മി എന്ന് വ്യക്തമാക്കി എന്റെ അമ്മ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു വാക്ക് മാത്രമാണ് ഉച്ചരിച്ചത്. ഇതുപോലുള്ള കസബുമാരെ പോലെ നിർമ്മിച്ചതിന്റെ സാഹചര്യം പഠിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു സാഹചര്യം ഇന്ന് നാം എത്തി നിൽക്കുന്നത് എവിടെയെന്നറിയോ? ഒരാളെയും അന്യായമായി കൊല്ലാൻ ഒരു അവസരം ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. ഭീകരവാദികളുടെ തലച്ചോറ് പരിശോധിക്കുകയാണ്, ന്യൂറോ സയൻസിന് വിട്ടുകൊടുക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പഠിച്ച് ന്യൂറോ സയന്റിസ്റ്റുകളായി അവർ മരണം ചെയ്തെന്താണ് ഈ തീവ്രവാദികൾ ഇതിലേക്ക് എത്തിച്ച സാഹചര്യം, അവരുടെ മസ്തിഷ്കം അവരെ പറ്റി പഠിക്കുകയാണ്. അത് പഠിച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള അന്വേഷണത്തിലാണ് അവര്. നേരെ മറിച്ച് ഇല്ലാണ്ടാക്കിയാൽ മാത്രം കൊണ്ട് പോലെ ഇതിലേക്ക് എത്തിച്ച സാഹചര്യങ്ങൾ എന്തെന്നുള്ളത് ന്യൂറോ സയന്റിസ്റ്റുകൾ പഠിക്കുകയാണ്. അങ്ങനെ ഭീകരവാദത്തെ ശാസ്ത്രീയപരമായി നേരിടുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു രാജ്യം നന്നാവും. ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകുത്തും കഴിഞ്ഞാൽ മനുഷ്യന്റെ ആദ്യകാലത്ത് ബലം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ നേടിയിരുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന നല്ല ആരോഗ്യമുള്ള ആള് വേട്ടയാടാൻ പോകുന്നു, അവർക്ക് അന്ന് ഇണചേരാൻ കഴിയുള്ളൂ. അങ്ങനെ ഫലത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന സമൂഹം ഇന്ന് വിദ്യാഭ്യാസം കൊണ്ടാണ് നിലനിൽക്കുന്നത്, അറിവ് കൊണ്ടാണ് മികച്ചു നിൽക്കുന്നത്. നമ്മളിന്ന് ഗൂഗിളും ഫേസ്ബുക്കും വാട്സപ്പും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് അറിവിന്റെ മേഖലയിലാണ് നാം മികച്ചു നിൽക്കുന്നത്. അവിടെയാണ് മികച്ചു നിൽക്കേണ്ടത്. പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അവിടെയാണ്. കയ്യൂക്ക് എന്ന് പറയുന്ന സംഗതി ഇന്ന് മൃഗങ്ങൾ പോലും ഉപയോഗിക്കുന്നില്ല. രണ്ട് പൂച്ചകൾ തമ്മിൽ തല്ലിവിടുമ്പോ അവര് ആദ്യം തന്നെ അവര് നഖം ഉള്ളിലാണുള്ളത്. വേറെ ശത്രുവിനോട് മാന്തുമ്പോ നഖം പുറത്തോട്ട് വരും. ഒക്കെ അവര് മാന്തും. പക്ഷേ ഒരു പൂച്ചകൾ തമ്മിൽ തല്ലിവിടുമ്പോ ആ നഖം ഉള്ളോട്ട് പുറത്തോട്ട് എടുക്കുന്നില്ല. എന്താ കാരണം? വയലന്റ് കൊണ്ട് കാര്യം പരിഹരിക്കാൻ കഴിയില്ല. അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിന് പകരം ഒരാളെ ഇല്ലാണ്ടാക്കലല്ല, ഇങ്ങോട്ടും കൊണ്ട് അടിയും പിടിയൊക്കെ ഉണ്ടാവും. അത് ആ ദേഷ്യത്തിന് തീരും. അത് അപ്പം തന്നെ അവസാനിപ്പിക്കും ചെയ്യാണ്. എന്നിട്ട് പിന്നീട് സന്തോഷത്തിലാണ് അന്ന ദേഷ്യത്തിൽ തട്ടിപ്പോയതാണ് എന്ന് പറയാൻ അവർക്ക് കഴിയുന്നു. മൃഗങ്ങൾക്ക് പോലും അങ്ങനെ ഒരാൾ ഇല്ലാണ്ടാക്കുന്ന സ്വഭാവം കുറവാണ്. പരസ്പരം മനുഷ്യന് നോക്കൂ, നിസാര കാര്യത്തിന് അഭിമന്യുവിനെ കൊന്നില്ല. പിന്നീട് നോക്കൂ, കൈവെട്ട് കേസിലെ പ്രതി അതിൽ പങ്കാളികളാണ്. അവർ തലേ ദിവസം തന്നെ അവിടെ റൂം എടുക്കുന്നു. ആസൂത്രിതമായ കൊലപാതകം. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചപ്പോൾ കൊന്നുപോയതല്ല, കാലെ കൂടി കൊല്ലണമെന്ന് തീരുമാനിച്ചുകൊണ്ടുമില്ലാണ്. ഇത് മൃഗങ്ങൾക്ക് പോലുമില്ല. ഒരാൾ ഇല്ലാണ്ടാക്കണം എന്നതിന്റെ ഒരു ആശയത്തെ നേരിടുക. ഇവിടെയാണ് നമ്മൾ മറ്റുള്ള ഏത് അർത്ഥത്തിലൊക്കെയാണ് വ്യതിരിക്തമാകുന്നതെന്ന് അന്വേഷിക്കേണ്ടത്. അല്ലെങ്കിൽ വ്യതിരിക്തമാകേണ്ടതുണ്ട്. ഭാരതത്തിന്റെ പൈതൃകം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വികസനത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. ഭാരതം വികസിക്കേണ്ടതുണ്ട്. ഭാരതത്തെ രക്ഷപ്പെടുത്തുന്ന നമ്മൾ ഭാരതത്തിന്റെ ഉന്നതിയാണ് വിദ്യാർത്ഥി സമൂഹം രക്ഷപ്പെടേണ്ടത്. ഇവിടെ ഒരു മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആര് വന്നാലും വിഷയങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ അറിവിലൂടെ പരിഹരിക്കാൻ വിദ്യാഭ്യാസമുള്ളവരല്ലേ അതിൽ ചർച്ചയിൽ ഇടപെടേണ്ടത്. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി വേണ്ടത് ഈ അർത്ഥത്തിലാണ്.